പോയ ദിനം ലോകകപ്പ് ഇതിവൃത്തമാക്കി ടോയ് മാനുഫാക്ചറിംഗ് കമ്പനിയായ ലെഗോ ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു. മിനിറ്റുകൾക്കകം സമൂഹ മാധ്യമങ്ങളിൽ കത്തിപ്പടർന്നൊരു വീഡിയോ. ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, കിലിയൻ എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ തുടങ്ങി ലോക ഫുട്ബോളിലെ സൂപ്പർ താരങ്ങളെല്ലാം ഒറ്റ ഫ്രെയിമിൽ പ്രത്യക്ഷപ്പെട്ട അപൂർവ ദൃശ്യം. എന്നാൽ ആ പരസ്യ ചിത്രത്തിൽ ഉള്ളവരേക്കാൾ ഏറെ ചർച്ചയായത് അതിൽ ഇല്ലാതിരുന്ന ഒരു പേരായിരുന്നു. അതെ, നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ, കാനറികളുടെ സ്വന്തം സുൽത്താൻ. അയാളില്ലാതെ ആ ലോകകപ്പ് ഫ്രെയിം എങ്ങനെയാണ് പൂർണ്ണമാവുക? സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചോദിക്കുന്നത് ഇതാണ്. ബ്രസീൽ സ്റ്റേഡിയങ്ങളിലും തെരുവുകളിലും നെയ്മറിനായി മുറവിളി ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. വാദിക്കുന്നവരിൽ സഹതാരങ്ങൾ മുതൽ മുൻ താരങ്ങൾ വരെ. എല്ലാത്തിനും മൂകസാക്ഷിയായി കാർലോ അഞ്ചലോട്ടി എന്ന ബ്രസീൽ പരിശീലകൻ. ലോകകപ്പിനുള്ള 26 ഫൈനൽ സ്ക്വാഡ് അടുത്ത മാസം പ്രഖ്യാപിക്കാനിരിക്കെ നിലവിലെ സാഹചര്യത്തിൽ ബ്രസീൽ ടീമിലേക്ക് നെയ്മറിന് ഇനിയൊരു സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാം. ഇന്നലെ ബ്രസീൽ ലീഗ് സീരിയയിൽ സാന്റോസിനായി സ്റ്റാർട്ട് ചെയ്ത നെയ്മർ മുഴുവൻ സമയവും കളത്തിലുണ്ടായിരുന്നു. അസിസ്റ്റും പ്രീ അസിസ്റ്റുമായി ക്ലബ്ബ് വിജയത്തിൽ നിർണായക റോൾ. റെമോക്കെതിരായ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരവും താരത്തെ തേടിയെത്തി. മൈതാനത്തിൻ്റെ മധ്യത്തിൽ നിന്ന് 2 പ്രതിരോധ താരങ്ങൾക്കിടയിലൂടെ ബോക്സിലേക്ക് നൽകിയ ആ ലോബ്ഡ് പാസ് നെയ്മറിൻ്റെ പ്രതിഭാസ്പർശം തുറന്നു കാട്ടുന്നതായിരുന്നു. പോസ്റ്റിലേക്ക് തട്ടിയിടേണ്ട ദൗത്യം മാത്രമേ സാന്റോസ് മിഡ്ഫീൽഡർ തസിനായോക്കുണ്ടായിരുന്നുള്ളൂ. മത്സരത്തിലുടനീളം നെയ്മറിനെ പ്രകോപിതനാക്കാനായി റെമോ ആരാധകർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങൾ ലോകകപ്പിന് പോകില്ല എന്ന ചാൻറ്റുകളാണ് എവേ ഗാലറിയിൽ നിന്ന് കളിയിലുടനീളം ഉയർന്നു കേട്ടത്. എന്നാൽ കളിക്കളത്തിൽ നെയ്മറിൻ്റെ പോരാട്ട വീരത്തെ ഒരു ഇഞ്ച് പോലും തളർത്താൻ ഇതുകൊണ്ടൊന്നും ആയില്ല. കടുത്ത മാർക്കിങ്ങിനിടയിലും അയാൾ മൈതാനത്ത് കളം വരച്ചുകൊണ്ടേയിരുന്നു. മധ്യനിരയിൽ നിർണായക പ്രകടനം, ഗോളിലേക്കുള്ള കില്ലർ പാസുകൾ. റെലഗേഷൻ സോൺ ഭീഷണി ഒഴിവാക്കാനും ഈ ജയത്തോടെ സാന്റോസിനായി. അവസാന 10 മത്സരങ്ങളിൽ നിന്നായി 12 ഗോൾ കോൺട്രിബ്യൂഷൻ. ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ നിരന്തരം വിമർശിക്കപ്പെടുമ്പോഴും സാന്റോസിനായി നെയ്മർ തൻ്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 100% ഫിറ്റ്നസ് വീണ്ടെടുത്താൽ ലോകകപ്പ് ടീമിലേക്ക് താരത്തെ പരിഗണിക്കും. ബ്രസീൽ പരിശീലകൻ കാർലോ അഞ്ചലോട്ടി നിരന്തരം പറയുന്നത് ഈ ഒരൊറ്റ കാര്യമാണ്. പോയ വർഷം മെയ് മാസം ചുമതലയേറ്റെടുത്ത ശേഷം ഇതുവരെ ആഞ്ചലോട്ടിയുടെ സ്ക്വാഡിൽ ഇടപിടിക്കാൻ നെയ്മറിനായില്ല. പരിക്ക് കാരണം ദീർഘകാലം പുറത്തായിരുന്നെങ്കിൽ പിന്നീട് ഫിറ്റ്നസ് കൺസേൺ പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടു. ഏറ്റവും അവസാനം ബ്രസീൽ കളിച്ച ഫ്രാൻസിനും ക്രൊയേഷ്യക്കുമെതിരായ സൗഹൃദ മത്സരത്തിലേക്കും സൂപ്പർ താരത്തെ പരിഗണിച്ചില്ല. ലോകകപ്പിന് തൊട്ടു മുൻപായി ജൂണിൽ പനാമയ്ക്കും ഈജിപ്തിനുമെതിരെയാണ് കാനറികളുടെ ഇനിയുള്ള ഫ്രണ്ട്ലി മാച്ചുകൾ. ഇതിനു മുന്നോടിയായി ലോകകപ്പ് ടീം പ്രഖ്യാപനവും വരും. അതിനാൽ തന്നെ ലോകകപ്പ് ടീമായിരിക്കും ഈ 2 മത്സരത്തിലും അണിനിരക്കുക എന്ന കാര്യം തീർച്ചയാണ്. നിലവിൽ നെയ്മറിൻ്റെ ഫോമും ഫിറ്റ്നസും ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. മെയ് 18 ബ്രസീൽ ലോകകപ്പിനുള്ള 26 ടീം പ്രഖ്യാപിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിനു മുൻപായി നെയ്മറിന് മുന്നിൽ സാന്റോസിൽ പരമാവധി 14 മത്സരങ്ങൾ വരെയാണുള്ളത്. പരിക്കേൽക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ സാന്റോസ് നെയ്മറിന് എല്ലാ കളിയിലും ഇറക്കാനുള്ള സാധ്യതയും കുറവാണ്. എന്തായാലും താരത്തിൻ്റെ ഇനിയുള്ള ആഴ്ചകളായിരിക്കും ലോകകപ്പ് സ്ക്വാഡിലേക്കുള്ള പ്രവേശനത്തിൽ ക്രൂഷ്യലാകുക എന്ന കാര്യം തീർച്ചയാണ്. എന്നാൽ ബ്രസീൽ നിരയിലേക്ക് മുന്നേറുക എന്നത് നെയ്മറിനെ സംബന്ധിച്ച് എളുപ്പമല്ല. ഫ്രാൻസിനും ക്രൊയേഷ്യക്കുമെതിരായ മത്സരത്തിൽ ഡാനിലോ, എൻട്രിക്, ഇഗോർ തിയാഗോ എന്നിവർ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ലൂക്കാസ് പക്വറ്റയും അവസരം കാത്തിരിക്കുകയാണ്. ഇതിനു പുറമെ യൂറോപ്യൻ ഫുട്ബോളിലടക്കം മിന്നിത്തിളങ്ങുന്ന വലിയൊരു താരനിരയും വേറെയുണ്ട്. ഇവർക്ക് മുകളിൽ സ്ഥാനമുറപ്പിക്കാൻ നെയ്മറിന് കഠിനാധ്വാനം തന്നെ ചെയ്യേണ്ടി വരും. നേരത്തെ ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷനിൽ നെയ്മറിനുണ്ടായിരുന്ന സ്വാധീനം ഇപ്പോൾ ഇല്ലെന്നതും താരത്തിന് തിരിച്ചടിയാണ്. റൊണാൾഡോ നസാരിയോ അടക്കമുള്ള മുൻ താരങ്ങൾ നെയ്മറിനായി രംഗത്തുണ്ടെങ്കിലും കാർലോ അഞ്ചലോട്ടിയുടെ തീരുമാനത്തിനൊപ്പമാകും CBF മുന്നോട്ടു പോകുക എന്നാണ് റിപ്പോർട്ടുകൾ. ഫ്രാൻസിനും ക്രൊയേഷ്യക്കുമെതിരായ നിർണായക മത്സരങ്ങൾക്ക് മുന്നോടിയായി നടത്തിയ പ്രസ് മീറ്റിൽ നെയ്മറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ അഞ്ചലോട്ടി തടയുന്നതും പോയ ദിനം കണ്ടു. നിലവിലുള്ള ടീമിലും താരങ്ങളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് താൽപ്പര്യമെന്നും ഇറ്റാലിയൻ കോച്ച് പറയാതെ പറയുന്നുണ്ട്. ഫ്രാൻസിനോട് തോറ്റെങ്കിലും ക്രൊയേഷ്യക്കെതിരെ വിജയം നേടാനായത് വിശ്വമേളയ്ക്ക് മുൻപായി അഞ്ചലോട്ടിക്കും ആത്മവിശ്വാസം നൽകുന്നതാണ്. കരിയറിലുടനീളം പരിക്ക് അയാൾക്ക് മുന്നിൽ വില്ലനായി എത്തിയിട്ടുണ്ട്. 2023 ഒക്ടോബറിൽ കാൽമുട്ടിന് ഗുരുതരമായ പരിക്കേറ്റ താരം ദീർഘകാലത്തിന് ശേഷമാണ് കളത്തിലേക്ക് മടങ്ങിയെത്തിയത്. പ്രതിബന്ധങ്ങളെല്ലാം മറികടന്നെത്തിയ നെയ്മർ വിശ്വമേളക്കായി അവസാനം വരെയും പോരാടുമെന്ന കാര്യം തീർച്ചയാണ്. സാന്റോസിൽ ഇനിയുള്ള ദിനങ്ങൾക്ക് ബ്രസീലിയൻ മിഡ്ഫീൽഡറുടെ കരിയറിന് പൊന്നും വിലയാണുള്ളത്. USA നടക്കുന്ന ലോകവേദിയിൽ 4ാം തവണയും അയാളെ കാണാനാകുമോ എന്ന് കാത്തിരിക്കാം.